ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരവും ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 5 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ 4 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ഗ്ലാസ് ദോശമാവും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ്. അപ്പോഴേക്ക് റവയൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് വരും. ഇപ്പോൾ ഇത് 1/2 അവർ ആയിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് നോക്കിയ മാവ് നല്ല പാകത്തിനുള്ള തിക്നെസ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂസായി പോകാൻ പാടില്ല. ലൂസായി പോവുകയാണെങ്കിൽ ബോണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആക്കിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇതാ ബോണ്ടയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ദോശമാവ് ബോണ്ട റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ ഇതുപോലെ മറ്റുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് ചായക്കൊപ്പം ഇതുപോലെ ഒരു ടേസ്റ്റി ബോണ്ട ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ബാച്ചിലുള്ള ബോണ്ടയും അടിപൊളിയായി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ ഒരു ക്രിസ്മസോടെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ പുറമെയൊക്കെ എക്സ്ട്രാ ക്രിസ്പിയും ഉള്ളൊക്കെ വളരെയേറെ സോഫ്റ്റുമാണ്. മാവ് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ഇതുപോലെ ബോണ്ടയ്ക്ക് ഒട്ടും എണ്ണമയമേ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ദോശമാവ് ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.